പിടിവാശി സിനിമയിലെ ഹീറോയിസത്തിന് നല്ലതാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പിടിവാശി 8ന്റെ പണി തന്നെ തന്നേക്കാം. ഒന്ന് കണ്ടു നോക്കൂ. ചൈനയിലെ ഷാങ്ഹായ്ക്ക് തെക്ക് പടിഞ്ഞാറുള്ള ജിൻഷിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഒരു ഇരുനില വീടുണ്ട്. ഹുവാങ് പിങ് എന്ന മുത്തശ്ശൻ്റെയാണ് ഈ വീട്. എന്താണ് ഈ വീടിൻ്റെ പ്രത്യേകതയെന്നല്ലേ? തിരക്കിട്ട് പണി നടക്കുന്ന നാഷണൽ ഹൈവേയുടെ ഒത്ത നടുക്കാണ് 4 വശവും റോഡിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ വീട്. കുറച്ചു നാളുകൾക്ക് മുൻപ് ജിൻഷിയിൽ പുതിയ ഹൈവേ പണിയുന്നതിന് സ്ഥലം വിട്ടു നൽകാൻ പ്രദേശവാസികളോട് ചൈനീസ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. അതുപ്രകാരം ഹുവാങ് പിങ്ങിൻ്റെ സമീപവാസികളെല്ലാം സ്ഥലം വിട്ടു നൽകി. എന്നാൽ പിങ് മാത്രം സ്ഥലം ഒഴിയാൻ തയ്യാറായില്ല. നഷ്ടപരിഹാരമായി 16 ലക്ഷം യുവാൻ, അതായത് ഏകദേശം 1.9 കോടി രൂപയും മറ്റ് 2 പ്രോപ്പർട്ടികളും നഷ്ടപരിഹാരമായി നൽകാമെന്ന് സർക്കാർ ഓഫർ വെച്ചെങ്കിലും പിങ് സ്ഥലം ഒഴിയില്ലെന്ന പിടിവാശിയിൽ ഉറച്ചുനിന്നു. ഒടുവിൽ നിരാശയിലായ സർക്കാർ വേറെ നിർവാഹമില്ലാത്തതിനാൽ പിങ്ങിന് 8ന്റെ പണി തന്നെ അങ്ങ് കൊടുത്തു. പിങ്ങിൻ്റെ കെട്ടിടത്തിന് 4 ചുറ്റുമായി റോഡ് അങ്ങ് പണിതു. വീടിൻ്റെ മേൽക്കൂര റോഡിൻ്റെ വരികളോടെ ഏതാണ്ട് ഒരേ നിരപ്പിലാണ്. ഒരു വലിയ ജലവിതരണ പൈപ്പിലൂടെ വേണം പിങ്ങിൻ്റെ വീട്ടിലെത്താൻ. ദ്രുതഗതിയിൽ പണി നടക്കുന്ന ഹൈവേയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശബ്ദവും പൊടിശല്യവും പ്രകമ്പനങ്ങളുമെല്ലാം മൂലം പിങ്ങിന് ഇപ്പോൾ വീട്ടിൽ താമസിക്കാനാവാത്ത അവസ്ഥയാണ്. ഈ ശല്യങ്ങളെല്ലാം കാരണം ഹുവാങ് പിങ് തൻ്റെ കൊച്ചുമകനും ഒന്നിച്ച് അതിരാവിലെ ടൗൺ സ്ക്വയറിലേക്ക് പോകും. വൈകിട്ട് റോഡ് പണി അവസാനിക്കുമ്പോഴാണ് വീട്ടിലേക്ക് മടക്കം. ഇപ്പോഴാകട്ടെ വീടൊട്ട് വിൽക്കാനും വയ്യ, വാങ്ങാനൊട്ട് ആളുമില്ല എന്ന അവസ്ഥയാണ്. ഇപ്പോൾ തൻ്റെ പിടിവാശിയിൽ തെല്ലൊന്നുമല്ല ഈ വൃദ്ധൻ ഖേദിക്കുന്നത്. എന്തായാലും ഹുവാങ്ങിനെ ഇവിടത്തുകാർ ശക്തനായ നെയിൽ ഹൗസ് ഉടമ എന്നാണ് വിളിക്കുന്നത്. പ്രോപ്പർട്ടി വികസനത്തിന് പദ്ധതിയിട്ടിട്ടും ഉടമസ്ഥൻ പുറത്തിറങ്ങാൻ വിസമ്മതിക്കുന്ന ഒരു വീടിനെ വിവരിക്കാൻ ചൈനയിൽ ഉപയോഗിക്കുന്ന പദമാണ് നെയിൽ ഹൗസ്. എങ്ങനെയായിരുന്നാലും ഇപ്പോൾ ഹുവാങ് പിങ്ങിൻ്റെ വീട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെയാണ്. റോഡിൻ്റെ നടുവിലുള്ള ഈ അപൂർവ വസതി ലോകമെങ്ങും അത്രമേൽ വൈറലായിരിക്കുന്നു.